പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ലോക്സഭയിൽ FCRA ബില്ല് JPCക്ക് വിടാനുള്ള പ്രമേയം പാസാക്കി. പ്രമേയം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. संसदीय समितियों से संबंधित इस सभा की प्रक्रिया तथा कार्य संचालन नियम ऐसे परिवर्तनों और उपरांतरणों के साथ लागू होंगे जो अध्यक्ष तय करें और कि यह सभा राज्यसभा से सिफारिश करती है कि राज्यसभा उप संयुक्त समिति में शामिल हो और राज्यसभा द्वारा संयुक्त समिति में नियुक्त किए जाने वाले सदस्यों के नाम इस सभा को सूचित करे. പ്രമേയത്തെ KC വേണുഗോപാൽ MP എതിർത്തു. പ്രമേയം വോട്ടിനിട്ടപ്പോൾ DMKയും എതിർത്തു. On FCRA in the name of Honorable Amit Shah ji. Sir, this legislation is clearly for targeting NGOs and minority institutions, those who are doing good work. One side, RSS is getting complete donation from the foreign countries. On one side, RSS is getting. On the other side, government is trying to target the minorities and NGOs. The government should withdraw this. The government should withdraw this bill. We demand for the withdrawal. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്നും പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തിയില്ല. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച് അമിത് ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. വിഷ്ണു വിനോദ് ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, ഏതായാലും FCRA ബില്ല് JPCക്ക് വിടുന്ന പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. എന്നാലും പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയിലുമാണ് ഈ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നും അമിത് ഷാ പാർലമെന്റിൽ എത്തിയിട്ടില്ല. ഈ അമിത് ഷാ പാർലമെന്റിൽ മറുപടി പറയണം, സഭയിൽ മറുപടി പറയണം എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇന്നും അമിത് ഷാ സഭയിലെത്താത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ FCRA ബില്ലിൻ്റെ ഇപ്പോൾ നിലവിൽ JPCക്ക് വിട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വിവരമാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്നത്. കാരണം അത് സംബന്ധിച്ചിട്ടുള്ള പ്രമേയം നിലവിൽ ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആ പ്രമേയം 3 മണിക്ക് ശേഷം കൂടിയ സഭയിലാണ് പാസ്സാക്കിയത്. പ്രതിപക്ഷ ബഹളത്തിനിടെ ശബ്ദ വോട്ടോടു കൂടിയാണ് ഈ പ്രമേയം FCRA ബിൽ JPCക്ക് വിടുന്നുള്ള പ്രമേയം പാസ്സാക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ഒരു ബില്ല് പ്രമേയത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് KC വേണുഗോപാൽ MP അടക്കം രംഗത്ത് വരുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഈ ബിൽ കൃത്യമായി ക്രിസ്ത്യാനി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവർ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബില്ലാണെന്നും RSS അടക്കമുള്ള സംഘടനകൾ ഈ ഒരു ഇതിൻ്റെ മറവിൽ ഫണ്ട് വിദേശത്തു നിന്നും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം KC വേണുഗോപാൽ MP സഭയിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. അത് തടയിട്ടുകൊണ്ടുള്ള ബിൽ ഭേദഗതിയാണ് ഇപ്പോൾ നിലവിൽ വരുത്തേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിമർശനമായിരുന്നു KC വേണുഗോപാൽ MP സഭയിൽ ഉന്നയിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാണെങ്കിലും പ്രതിപക്ഷ ബഹളത്തിനെ തുടർന്ന് ഇപ്പോൾ നിലവിൽ സഭ ഇന്നത്തേക്ക് പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നാളെ രാവിലെ വീണ്ടും ലോക്സഭ ചേരുന്ന ഒരു നിലയുണ്ടാകും. വർഷകാല സമ്മേളനം നാളത്തോടുകൂടി അവസാനിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിനകത്താണ് ഇപ്പോൾ നിലവിൽ FCRA ബിൽ പ്രമേയം ഇപ്പോൾ നിലവിൽ JPCക്ക് വിട്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട്, അതായത് പ്രതിപക്ഷം എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം ഈ ഒരു ബില്ലിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു പ്രമേയത്തിനെതിരെ വിമർശിക്കാനായിട്ടുണ്ടെങ്കിൽ അത് JPC അറിയിക്കണം, അതായത് പാർലമെന്റ് സംയുക്ത സമിതിയെ അറിയിക്കണം എന്നുള്ള ആ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നിലവിൽ കിരൺ റിജിജു ഇപ്പോൾ നിലവിൽ സഭയിൽ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ആ സമിതിക്കകത്ത് 21 അംഗ ലോക്സഭാ അംഗങ്ങളും 10 അംഗ രാജ്യസഭാ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഇപ്പോൾ നിലവിൽ അതിനകത്തുള്ളത്. ഈ ഒരു സമിതിക്ക് വിട്ടതിന് ശേഷം അവരുടെ കൃത്യമായ പഠനത്തിന് ശേഷമായിരിക്കും ഇതിനുള്ള മുൻ കാരണങ്ങൾ ഇനി അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചകൾ എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യങ്ങളടക്കം തീരുമാനിച്ചു പോകുന്നത്. എന്തെങ്കിലും പരാതികളും വിമർശനങ്ങളും ഉണ്ടെങ്കിൽ അത് ഈ JCPയെ ഇനി അറിയിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ കിരൺ റിജിജുയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത്. DMK അടക്കം ഈ ഒരു പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ DMK അടക്കം ഈ ഒരു പ്രമേയത്തെ എതിർക്കുന്ന ഒരു നിലയും നമ്മൾ നിലവിൽ കണ്ടതാണ്. എന്തായാലും അമിത്ഷാ ഇപ്പോൾ നിലവിൽ ഇന്നും സഭയിലെത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയാനുള്ളത്. പക്ഷേ അമിത്ഷാ സഭയിലെത്തിയില്ലെങ്കിൽ കൂടി വിദ്യാർത്ഥി പ്രതിഷേധത്തിലുണ്ടായ മാർച്ചിനിടെ ഉണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധത്തിനടക്കം മറുപടി പറയുന്നതിനിടെ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളടക്കം അമിത്ഷാ ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലോക്സഭാ സ്പീക്കറിന് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്ത് ലോക്സഭാ സ്പീക്കറിന് നൽകുകയുണ്ടായി. എന്നാലും പ്രതിപക്ഷ ബഹളം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്നത്തേക്ക് സഭ പിരിയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ദീപ്തി.
ഇന്നും പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തിയില്ല. എന്തായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നത്തേക്ക് ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. വിഷ്ണു വിനോദാണ് വിവരങ്ങൾ നൽകിയത്.